ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാകാലം 3-ാം ഞായർ എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. എമ്മാവോസിലേക്ക് പുറപ്പെട്ടു പോയ ശിഷ്യന്മാർക്ക് യേശുനാഥൻ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ദിവ്യകാരുണ്യ തിരുനാളിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നതും ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു ദിവ്യകാരുണ്യം, അത്ഭുതം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണിത്. കാരണം യേശുനാഥൻ അപ്പം വാഴ്ത്തി മുറിക്കുമ്പോൾ മുമ്പിലിരുന്ന ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം അന്ധകാരാവൃതമായിരുന്നു അവരുടെ കണ്ണുകൾ. അപ്പോൾ എന്താണ് ഈ 2 ശിഷ്യന്മാരുടെ കഥ? എന്താണ് ദിവ്യകാരുണ്യത്തിന് നമ്മളോട് പറയാനുള്ളത്? ഇപ്പോൾ ഈ എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ ഈ 2 ശിഷ്യന്മാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന യേശുനാഥനെ നമ്മൾ കാണാൻ പറ്റും. കാരണം ഈ 2 ശിഷ്യന്മാരും ജീവിതത്തിൽ ഒരുപക്ഷെ തോറ്റുപോയ 2 മനുഷ്യരാണ്. തോറ്റുപോയ മനുഷ്യരുടെ പ്രതിനിധികളാണ്. ഇവർക്ക് ഒത്തിരി അധികം പ്രതീക്ഷകളുണ്ടായിരുന്നു യേശുനാഥൻ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ചും അതിലവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ. അങ്ങനെ എല്ലാ ശിഷ്യന്മാരെ പോലെയും ഒത്തിരിയധികം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടായിരുന്ന ഈ മനുഷ്യർ ജെറുസലേമിൽ യേശുനാഥൻ്റെ മഹത്വം കാണാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മരണമാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് സുവിശേഷം സാക്ഷ്യപ്പെടുന്ന ഇവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയെന്നാണ്. ഒരു യാത്രയാണ്. ഈ ജെറുസലേം എന്ന് പറയുന്നത് യേശുനാഥൻ മരിച്ചിടമാണ്. പ്രത്യേകിച്ച് അതൊരു ദേവാലയ നഗരമാണ്, അത് ദൈവത്തിൻ്റെ നഗരമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് പതുക്കെ അകലുന്ന മനുഷ്യരായിട്ട് നമുക്ക് ചിന്തിക്കാം. കാരണം എല്ലാ പ്രതീക്ഷയും അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിലുള്ള പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു, യേശുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവരങ്ങനെ തിരികെ നടക്കുകയാണ്. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ അപ്പോൾ ജീവിതത്തിൽ തോറ്റുപോയ മനുഷ്യരെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നവരാണ്. അപ്പം അങ്ങനെ നടക്കുന്നവരുടെ കൂടെ അവരിൽ ഒരാളായി യേശുനാഥനെ നടക്കുകയാണ്. ഇത് ദിവ്യകാരുണ്യ സാന്നിധ്യമാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അൾത്താരയിലിരിക്കുന്ന യേശുനാഥൻ്റെ സാന്നിധ്യം, എൻ്റെ വിഷമഘട്ടങ്ങളിൽ ഞാൻ അറിയാതെ എൻ്റെ കൂട്ടിന് വരുന്ന യേശുനാഥനാണത്. അങ്ങനെ ദിവ്യകാരുണ്യനാഥൻ കൂടെ നടക്കുന്ന സാന്നിധ്യമായി വരികയാണ്. അങ്ങനെ കൂടെ നടക്കുന്ന അവിടുന്ന് ഇവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ്. അവരുടെ ജീവിതത്തിനൊരു പുതിയ ചിന്താബോധം നൽകുകയാണ്. അങ്ങനെ ചിന്താബോധം നൽകി കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട്, പിന്നീട് ഇവൻ ഞങ്ങളോട് യേശുനാഥൻ സംസാരിച്ചത് തിരുവചനങ്ങളാണ്. അപ്പോൾ തിരുവചനങ്ങൾ അവൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെ എരിയുകയായിരുന്നില്ല എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ തോറ്റുപോയ, ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും മാനസികമായൊക്കെ തകർന്നു പോയ 2 മനുഷ്യർ. അപ്പോൾ അവർക്ക് യേശുനാഥൻ കൊടുക്കുന്ന ഈ തിരുവചനങ്ങളെന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ഒക്കെ കാലഘട്ടമാണ്. അപ്പോൾ യേശുനാഥൻ അവർക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ നൽകണം. അപ്പോൾ അവരുടെ ഉള്ളിൽ തീ പടരുകയാണ്. അവർ തന്നെ പറയുന്നുണ്ട്, തീ പടരുകയാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഇരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലും പടരുന്നൊരു തീയുണ്ട്. ഈ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുന്നത് അത് കനൽക്കട്ട എന്നാണ്. ഓർത്തഡോക്സ് മാത്രമല്ല, നമ്മുടെ ഈസ്റ്റേൺ പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങളിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുന്നത് അത് തീക്കട്ടെ എന്നാണ്, കനലെന്നാണ്. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും എരിഞ്ഞു തീർന്ന ഈ തിരികളൊക്കെ ഇങ്ങനെ കത്തിപ്പടരും. ഈ ശിഷ്യന്മാർക്ക് അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ അതിങ്ങനെ കത്തിപ്പടരുകയാണ്. പിന്നീട് അവിടെ നിന്ന് അവരോട് ഇവർ അവിടെ താമസിക്കാനായി ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ യേശുനാഥൻ അവരെ ക്ഷണിക്കുകയാണ്, അങ്ങ് ഞങ്ങളോട് വസിച്ചാലും. യേശുനാഥൻ അവരോടൊപ്പം കൂടെ. അപ്പോൾ കൂടെ വസിക്കുന്ന സാന്നിധ്യമേ, കൂടെ നടക്കുന്നു, കൂടെ വസിക്കുന്ന സാന്നിധ്യമേ, ഒരു ഗുരുവിനെയൊക്കെ പോലെ അവിടെ ഇരുന്ന് പിന്നീട് അവിടെ നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം, അതായത് തിരുശരീര രക്തങ്ങളെ അവർക്ക് വാഴ്ത്തി വിഭജിച്ച് നൽകുമ്പോൾ അത് അവിടെ അക്ഷരാർത്ഥത്തിൽ ദിവ്യകാരുണ്യമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ദിവ്യകാരുണ്യം അവർക്ക് നൽകുമ്പോൾ അവർ പറയും അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇവർ വീണ്ടും ജെറുസലേമിലേക്ക് പോയെന്നാണ്. അപ്പോൾ സുവിശേഷം ആരംഭിക്കുമ്പോൾ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, എന്നാൽ എമ്മാവൂസിലേക്ക് എത്താതെ അവർ അവിടെ നിന്ന് ഉടനെ ജെറുസലേമിലേക്ക് തിരികെ പോയെന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ ദിശാബോധത്തെ യേശുനാഥൻ മാറ്റിയെന്നാണ്. അവരൊരു ബോധവും ഇല്ലാതെ ഏതോ ഒരു ദിക്കിലേക്ക് നടക്കുമ്പോൾ യേശുനാഥൻ അവരെ വീണ്ടും ജെറുസലേമിലേക്ക് വിടുകയാണ്. എന്തിനാണ് ജെറുസലേമിലേക്ക് വിട്ടത്? അവിടെ അവൻ്റെ സാക്ഷികളാകാൻ, അവൻ്റെ അനുഗ്രഹങ്ങളുടെ സാക്ഷികളായി തരും. ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിലേക്ക് അവരെ നയിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യം ഓരോ മനുഷ്യരെയും ഇതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തെ തിളപ്പിക്കുന്ന, അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന യേശുനാഥൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഈ സാന്നിധ്യം അവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവർ അവിടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട്, യേശുനാഥനെ നഷ്ടപ്പെട്ട്, അവരുടെ ജീവിതത്തിൻ്റെ ദിശാബോധം നഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന മനുഷ്യരെ ഇവർ പോയി എരിയിക്കുകയാണ്. യേശുനാഥനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ യേശുനാഥനെ കണ്ടു, അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, അവിടുത്തെ ഞങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. യേശുനാഥൻ നമുക്ക് നൽകുന്നൊരു അനുഗ്രഹം അതാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്ന അനുഗ്രഹം നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യം അവസാനിക്കുമ്പോൾ, കുർബാന അവസാനിക്കുമ്പോൾ ഞാൻ സ്വീകരിച്ച യേശുനാഥനെ ഈ ലോകത്തിനോട് കൊടുക്കാനാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ നൽകുന്ന മനുഷ്യരെ മാറണമെന്നാണ്. അപ്പോൾ ദിവ്യകാരുണ്യം എന്നെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഈ എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ അവിടെ ചെന്ന് അവിടെ ജെറുസലേമിൽ എല്ലാം നഷ്ടപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുനാഥൻ്റെ സാന്നിധ്യം ഇവിടെ വരികയാണ്. നമ്മൾ ഈശോയെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഈശോയുടെ സാന്നിധ്യം ഇവിടെ വരും.
സാന്നിധ്യമായ അത്ഭുതമായ അടയാളമായി അവിടെ നിന്ന് വരുമെന്ന് ഈ സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും ഈ മറ്റു മനുഷ്യർക്ക് ഒരു ദിശാബോധം നൽകുന്ന, അനുഗ്രഹിക്കുന്ന മനുഷ്യരെ മാറണമെന്നാണ്. ഇന്നത്തെ സുവിശേഷത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ജീവിതകഥയാണ് പായൽ നാഗ് എന്ന് പറയുന്ന ഒരു ഒഡീഷക്കാരിയുടെ ജീവിതം. 18 വയസ്സ് മാത്രമാണ് അവൾക്കുള്ളത്. അവൾ ഇന്ന് ലോകത്തെ മുഴുവനും അമ്പരപ്പിച്ചിരിക്കുന്നത് ബാങ്കോങ്ങിൽ നടന്ന അന്താരാഷ്ട്ര അമ്പെയ്ത്ത് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ടാണ്. അപ്പോൾ ഇതിലെന്താണ് അത്ഭുതം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവൾക്ക് 2 കരങ്ങളും 2 കാലുകളുമില്ല. അവളുടെ 8ാമത്തെ വയസ്സിൽ, അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ് അവളുടെ ഈ കരങ്ങളും കാലുകളും അവൾക്ക് നഷ്ടപ്പെട്ടു. അവൾക്ക് മുട്ടിന് കീഴിൽ വെച്ച് കരങ്ങളും കാലുകളും മുറിച്ചു മാറ്റേണ്ട ഒരു സംഭവമുണ്ടായി. അപ്പോൾ അതിനുശേഷം ഇവളുടെ അപ്പൻ ഒരു സാധാരണ കൂലിത്തൊഴിലാളിയാണ്. അപ്പം ഇവളെ നോക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു അനാഥാലയത്തിൽ ഇവളെ കൊണ്ട് ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ അനാഥാലയത്തിൽ എത്തിച്ചേരുന്ന ഇവളുടെ ജീവിതം എല്ലാവരും കരുതിയിരുന്നത് അത് അവിടെ അവസാനിക്കുമെന്നാണ്. കാരണം വളരെ താഴ്ന്ന രീതിയിലുള്ള ഒരു കുടുംബം, സാമ്പത്തികമായി മെച്ചപ്പെട്ടതല്ലാത്തൊരു കുടുംബം, അപ്പൻ ദിവസ കൂലിക്കാരൻ. ഇവൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ദയനീയമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇവൾ രക്ഷപ്പെടുക? പക്ഷേ അവളുടെ ജീവിതം അവിടെ തീർന്നില്ല. കാരണം കുൽദീപ് എന്ന് പറയുന്ന ഒരു പരിശീലകൻ അവളെ കണ്ടെത്തുകയാണ്. ആരും കാണാത്ത കഴിവുകൾ അദ്ദേഹം അവളിൽ കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തീ പടരുകയാണ് ഇവളെ കാണുമ്പോൾ. ആ തീ അദ്ദേഹം അവൾക്ക് പകർന്നു കൊടുത്തു, അവളെ പരിശീലിപ്പിച്ചു. ഇന്ന് ലോകം അറിയുന്ന ഒരു കായിക താരമായി അവൾ മാറി. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സുവിശേഷവും ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി നടന്നു പോകുന്ന 2 പേരുടെ ഉള്ളിലേക്ക് യേശുനാഥനൊരു തീ കോരിയിടുകയാണ്. ആ തീ പടർന്ന് പന്തലിപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ അതേ വഴിയിൽ അവർ തിരികെ പോവുകയാണ്. അവർ ജെറുസലേമിൽ നിന്ന് തിരിച്ചു പോകുന്നവരാണ്, ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇനി അവരുടെ ഉള്ളിലുള്ള ആ തീ അവിടെ അണയുന്നുണ്ടോ? ഇല്ല, അവർ പോയി ശിഷ്യന്മാർക്ക് ഈ തീ പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് യേശുനാഥൻ നമ്മളോട് പറയുന്ന ആ തീയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. യേശുനാഥൻ ഒരു തീയാണ്. ചുറ്റുമുള്ള മനുഷ്യരെ, ഇരുട്ടിലാണ്ടിരിക്കുന്ന മനുഷ്യരെ അവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് പകരുവാനുള്ളതാണ്. കാരണം ഇത് പകർന്ന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഈ കുൽദീപിലൂടെ ആ അനുഗ്രഹം അവൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആരും അറിയാതെ ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ അവസാനിക്കേണ്ട ഒരു ജീവിതകഥയായിരുന്നു ഈ പായൽ നാഗ് എന്ന് പറയുന്ന പെൺകുട്ടിയുടേത്. പക്ഷെ അവൾ ഇന്ന് എല്ലാവർക്കും പ്രചോദനമായി തീരുന്നത് ആ കുൽദീപ് അവർക്ക് പകർന്നു നൽകിയ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു തീയാണ്. അപ്പോൾ ഇത് പകർന്നു നൽകുന്ന മനുഷ്യരെ നമ്മൾ മാറണം. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒത്തിരി അധികം മനുഷ്യരുണ്ട്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അന്ധകാരത്തിലായിരിക്കുന്ന മനുഷ്യന് നിനക്ക് ഒരു തരി വട്ടം പകർന്നു നൽകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ സുവിശേഷവാഹകനാണ്. അത് ജാതി മതഭേദമന്യേ ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. യേശുനാഥൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുനാഥൻ എനിക്ക് പകർന്നു അതേ തീ മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു നൽകണമെന്ന് ഈ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അപ്പോസ്തലന്മാർ ചെന്ന് അവിടെ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെ യേശുനാഥൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞത് അത് അവർക്ക് പ്രചോദനമേകിയതുപോലെ ഞാനും ഈ പ്രചോദനത്തിൻ്റെ തീ പേറുന്ന മനുഷ്യനായി മാറണമെന്നാണ് ഉദ്ധാനത്തിൻ്റെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ യേശുനാഥൻ അവരുടെ കൂടെ നടന്നവരെ പ്രചോദിപ്പിച്ചതുപോലെ ഇന്നും ദിവ്യകാരുണ്യമായി നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യം ഒരു അത്ഭുതമാണ്. മരണത്തിലേക്ക് കൂപ്പുകുത്തിയവൻ ജീവിതത്തിലേക്ക് ഉയർന്നു വന്ന് അതിൻ്റെ അടയാളമായ ഓർമ്മയ്ക്കായി നമുക്ക് നൽകിയ ജീവനുള്ള ദൈവത്തിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം. അപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുന്ന് നമുക്ക് നൽകുന്ന ആ നന്മയുടെ തീ സ്വീകരിച്ച് മറ്റു മനുഷ്യർക്ക് നൽകുന്ന മനുഷ്യരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.